വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വരും, കിട്ടുമ്പം 8ൻ്റെയും 16ൻ്റെയും പണി ഒന്നിച്ച് കിട്ടും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് അവസാനം എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് എൻ്റെ തലയിലോട്ട് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ PG എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു. അതായത് 2 വർഷത്തെ ഫീൽഡ് വർക്ക്, അങ്ങനെ 4 ജേർണൽസ് വെക്കാനുണ്ട്. അത് ഇപ്പോൾ ഈ ഏപ്രിൽ 30-ന് മുമ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റൂമർ കേട്ടു. അതേപോലെ എൻ്റെ മോണ്ടിസോറിയുടെ എക്സാംസ് മെയ് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾറെഡി ഞാൻ വൈവ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എക്സാംസ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഈ പറയുന്ന ഫീൽഡ് വർക്ക് 2 ഫീൽഡ് വർക്ക് ജേർണൽസ് ഏപ്രിൽ 30-ന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ആഫ്റ്റർ ബീയിങ് എ മദർ, നമ്മുടെ പഠിത്തത്തിന് കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ട്രാക്കിലാവാൻ ഭയങ്കര പാടാണ്. അതേപോലെ നമുക്ക് ഇത് മാത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു സമയം കിട്ടാറില്ല. അതായത് കുഞ്ഞ് എപ്പോഴും നമ്മുടെ കൂടെ, പ്രത്യേകിച്ച് ഇവൾ എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു സമയത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാനായിട്ട് പറ്റാറില്ല. ഇവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പകൽ അവൾ ഉറങ്ങുന്നത് വളരെ കുറവാണ്. രാത്രിയിലാണെങ്കിലും നമ്മൾ കൂടെ കിടന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ എക്സാമിന് പഠിക്കണം. 4 സബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ 2 റെക്കോർഡും എഴുതി തീർക്കണം. ഇതാണ് എൻ്റെ ടാസ്ക്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഉള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം ഇതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇത് കാണുന്ന മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന അമ്മമാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഓക്കെ, യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്. ചില സമയത്തൊക്കെ നമുക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് വെറുതെ ആയിപ്പോയി എന്നൊക്കെ തോന്നുന്ന ടൈം വരും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നൊരു ടൈം വരും. കുട്ടിയുടെ കാര്യം പ്രോപ്പറായി നോക്കിയില്ല, എൻ്റെ കാര്യം നന്നായി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസും അതേപോലെ റിഗ്രറ്റും ഗിൽറ്റും ഒക്കെ നമുക്ക് വരും. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ, ഈ എഫേർട്ടൊക്കെ റെസ്പെക്റ്റ്ഫുൾ ആവുന്ന, മീനിങ് ആവുന്ന ഒരു ടൈം വരും. അപ്പോൾ ആ ടൈം വരും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ജേണി കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഞാൻ ഈ ഒരു ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യുന്നു എന്നാണ് ഇനിയുള്ള സീരീസിൽ പറയാൻ പോകുന്നത്.